അതുകൊണ്ടാണ് ആധുനിക ഡോക്ടർമാര് ഗർഭിണികളോട് നിർദ്ദേശം കൊടുക്കാറുണ്ട്. എന്താ നിർദ്ദേശിക്കാറുള്ളത്? എന്ത് ചെയ്യാനാ? എക്സസൈസ് ചെയ്യാനാ. എന്താ നമ്മളെ മാനസികാവസ്ഥ? തരം ഇവിടെ മര്യാദ കിടക്കാൻ തന്നെ പറ്റത്തില്ല, അതിന്റെ വലക്കയിൽ എക്സസൈസ് ചെയ്യാൻ പറയാം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞല്ല. പ്രായമുള്ള സ്ത്രീകളോട് നിങ്ങൾ ചോദിച്ചു കേട്ടെ, മുമ്പ് എക്സസൈസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അന്ന് അടുപ്പ് എന്ന സാധനം നിലത്താ, അതാ മണങ്ങിയിട്ടൊരു ഊത്തിട്ടല്ലോ എല്ലാ പേശിയും വലിയും. പിന്നെ എക്സസൈസിന്റെ ആവശ്യമില്ലല്ലോ. ഇതാകെ വിരലും വല മസില് ഫുള്ള്, വേറെ ഇല്ലല്ലോ. അപ്പൊ കുട്ടിയുടെ പ്രസവം സുഗമമാവണം, ഇതാണ് ഉദ്ദേശം. അല്ലെങ്കിൽ എന്താ? ഇപ്പൊ ഞങ്ങള് ഒരു കൗൺസിലിംഗില് ക്യാമ്പില് ഒരു സ്ത്രീയുടെ പ്രശ്നം എന്താണെന്നറിയോ? രാത്രി വീട്ടില് ഭർത്താവ് വരാൻ ലേറ്റ് ആവും, രാത്രി വീട്ടില് ഒറ്റക്ക് നിൽക്കാൻ പേടിയാണ്. അപ്പൊ സ്ത്രീ എന്താ ചെയ്യാ? ഡോറ് തുറന്നിട്ട് പുറത്തു വന്നിരിക്കും. അത് കേട്ടപ്പോ എല്ലാവർക്കും പേടിയായി. എന്താ? ഡോറ് തുറന്ന് പുറത്തിരിക്കാനല്ലേ പേടിയാവില്ല, ഇതെല്ലാം അകത്തിരിക്കാനാ പേടി. ആ സ്ത്രീയെ കൗൺസിൽ ചെയ്ത് സൈക്കോതെറാപ്പി ചെയ്ത സമയത്ത് മനസ്സിലായ ഒരു സംഗതി, പ്രസവ സമയത്ത് ഈ സ്ത്രീ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ സ്ത്രീയെ പ്രസവിക്കുന്ന സമയത്ത്. അപ്പൊ എന്താ കുടുങ്ങിപ്പോയപ്പോഴൊരു മരണ വെപ്രള, സുഖകരമായ ഒരു വീഗാലാൻഡിൽ കഴിഞ്ഞതാണല്ലോ കുട്ടി, ഒരു മരണ വെപ്രാളാണ്. ആ വെപ്രാളം പിന്നീട് ഡോക്ടർമാർ പണിപ്പെട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് ആശ്വാസമായത്. അകത്തുനിന്നാണ് പേടി ഉണ്ടായത്, പുറത്തു വന്നതാണ്. അതിപ്പോഴും അങ്ങനെയാണെന്നാ. പുറത്തു വരുമ്പോ ആശ്വാസം, അകത്തെത്തുമ്പോൾ പേടി. പ്രസവം ഇന്നും പറയാണ്, കുട്ടികൾക്ക് ഈ ഉൾഭയം ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് ബർത്ത് ട്രോമ. അതുകൊണ്ടാണ് എക്സസൈസ് എടുക്കാൻ വന്നത്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രയാസപ്പെടാൻ തയ്യാറല്ല. ഇതാണ് പ്രശ്നം. കുഞ്ഞുണ്ണി മാഷോട് ചോദിച്ചു അത്രേ, അല്ല മാഷെ, മുമ്പല്ല അമ്മമാരോട് കുട്ടികൾക്ക് ഭയങ്കര റെസ്പെക്ട് ആണല്ലോ, ഇന്നത്തെ അമ്മമാർക്ക് അതില്ലല്ലോ എന്നാണ്. അപ്പൊ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ മറുപടി എന്നറിയാം? മുമ്പല്ല അമ്മമാര് പേറലാണ്, ഇപ്പോഴത്തെ അമ്മമാരെല്ലാം കീറലാണ്. ശരിയല്ലേ? എന്റേത് ഒന്നാമത്തതും സിസേറിയനായിരുന്നു, രണ്ടാമത്തതും സിസേറിയനായിരുന്നു, ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എന്ത് അഭിമാനത്തോടു കൂടിയാണ് പറയാന്നറിയോ? എത്ര ആൾ ആഗ്രഹിക്കുന്നത്? വേദന നൊന്ത് വേദന സഹിച്ച് ലാസ്റ്റ് നിവൃത്തിയില്ലാത്തപ്പോൾ മനസ്സോടുകൂടെ സമ്മതിക്കുന്ന വിഷയമല്ല ഞാൻ പറയുന്നത്. അല്ലാത്ത രീതിയിലുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അല്ലാത്ത രീതിയിലുള്ള സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ആഗ്രഹിക്കുന്നു. എന്താ അവസ്ഥ എന്നറിയോ? അതന്നെ കുട്ടികൾക്ക് ഉണ്ടാകുക. നൊന്ത് പ്രസവിച്ച മാതാവിനോടുള്ള ആ ടച്ച് കിട്ടൂല, നമ്മളെ മനസ്സ് പോലെ. മുമ്പത്തെ ഈ മാതാക്കൾക്ക് ഏറ്റവും വലിയ പ്രയാസം എന്താണെന്നറിയോ? എപ്പോഴായി മക്കൾ മൂത്രിക്കാന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ അങ്ങനെ വല്ല ബുദ്ധിമുട്ട് നമുക്കുണ്ടോ? ഇല്ലല്ലോ. രാവിലെ കുളിപ്പിച്ച് പൗഡർ ഇട്ട പമ്പസ് എന്ന സാധനം കിട്ടിയ അള്ളാന്റെ തോപ്പിക്കോട് കൂടി പിറ്റേന്ന് രാവിലെ വരെ ഒരു പ്രയാസം ഉണ്ടാക്കില്ല. ഇന്നിപ്പോ എന്റെ പിതാവ് കിടപ്പിലാണ്, കിടപ്പിൽ നിന്നാണ് മൂത്രയിക്കുന്നത്. സത്യത്തിൽ ഒരു പ്രയാസമില്ല. നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ കൊണ്ടുപോയി അത്തരം സംഗതികളൊക്കെ ചെയ്യിച്ച് സഹായിച്ച രംഗം മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആ പിതാവിന് ട്യൂബ് ഇടേണ്ട സമയത്ത് എന്റെ സഹോദരിമാർ പറഞ്ഞു, സമ്മതിക്കൂല, മൂത്രയിക്കട്ടെ, ഞങ്ങൾ കഴുകിക്കോളാം. എന്തേ? അങ്ങനെ നോക്കിയിട്ടുള്ളതാണ്. നമ്മളൊക്കെ ഇനി കിടന്നാലുണ്ടല്ലോ, ഭാവിയിൽ കുട്ടികൾ അന്വേഷിക്കും വലിയ പമ്പസ് കിട്ടാനുണ്ടോ എന്ന്. 2 ദിവസത്തേക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. കൊടുത്തതേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ നമുക്ക്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൊച്ചു കുട്ടിയെടുത്ത് ചുംബിച്ചപ്പോ ഒരു സഹാബി പറഞ്ഞു, അല്ല റസൂലെ, എനിക്ക് 10 മക്കളുണ്ടായിരുന്നു, ഞാൻ ഒന്നിനെ പോലും ചുംബിച്ചിട്ടില്ല. റസൂൽ അവന്റെ കരുണ കൊടുത്തനെങ്കിലേ കിട്ടുള്ളൂ, അല്ലെ കിട്ടൂല. ആ സഹാബി ആകെ ബേജാറായി. 10 ഉണ്ടായിട്ട് കരുണ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമല്ലേ, പിന്നെ പ്രായമുള്ള മക്കളെ പോലും ചുംബിക്കാറുണ്ടായിരുന്നു എന്നാണ്. നമ്മളെ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ പ്രസവ സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെയാണ് നമ്മൾ സമാധാനവും അവിടെയാണ് ശാന്തിയും കൊടുക്കുന്നത്. അവിടെ ആശ്വാസം കൊടുക്കണം. പ്രസവ സമയത്ത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ആ ഭാര്യക്ക്, ആ ഗർഭിണിയായി പ്രസവ മുറിയിലേക്ക് ലേബർ റൂമിലേക്ക് പോകുന്ന ഭാര്യക്ക് അവിടെ ആധ്യാത്മികമായ സ്നേഹത്തോടുകൂടെ കാത്തു നിൽക്കുന്ന ഭർത്താവിനെ കാണാനോ സങ്കല്പിക്കാനോ കഴിയണം. അവിടെ ആശ്വാസം നൽകാൻ കഴിയണം. ഞാൻ സാധാരണ കേൾക്കുകാരോട് പറയുന്നത്, നിങ്ങൾ ആ പ്രസവ സമയത്തെങ്കിലും ഒന്ന് നാട്ടിൽ പോകാൻ ശ്രമിക്കണം. പലരും ആവുമ്പോലെ കുട്ടികൾ ചിരിക്കാനാവുമ്പോ പോവാ. വിഷയം അതല്ല. ഈ കുട്ടി നാളത്തെ ഒരു നായകനാണ്. ആ പ്രസവ സമയത്ത് ഒരുപക്ഷെ തന്റെ ഭാര്യയ്ക്ക് ഭർത്താവിനെ പോലെ വേദന ഷെയർ ചെയ്യാൻ മറ്റൊരാളെ കൊണ്ട് കഴിയില്ല, ആശ്വസിപ്പിക്കാൻ വേറൊരാൾക്കും കഴിയില്ല. എന്താ നിങ്ങളുടെ അഥവാ ഭർത്താവിന്റെ പ്രയാസങ്ങൾ, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്നേഹപൂർവ്വം നിങ്ങൾക്ക് കൈമാറി ഇല്ലാത്ത ഒരു ഭർത്താവിനെ, എന്നുവെച്ചാൽ ആ രീതിയിൽ ഇങ്ങനെ ആകാംക്ഷയോടുകൂടെ പ്രതീക്ഷിക്കുന്ന ഒരു ഭർത്താവിനെ സങ്കല്പിക്കാൻ പ്രിയതമക്ക് കഴിയണം. അപ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിച്ച് ആശ്വസിപ്പിക്കാൻ കഴിയണം. പ്രസവ സമയം ഒരു പ്രധാനപ്പെട്ടതാണ്. ഇനി പ്രസവിച്ചു കഴിഞ്ഞാൽ മാതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? പ്രസവിച്ചു കഴിയലോടുകൂടി കുട്ടി ഉമ്മയിൽ നിന്ന് വേർപെട്ടു.
ഇനിയാണ് ആ കുട്ടിനെ ഉമ്മ ഞാൻ രക്ഷിതാവാണെന്ന് അംഗീകരിപ്പിക്കേണ്ടത്. അതിനാണ് അള്ളാഹു ആ ഉമ്മയിൽ തന്നെ ഭക്ഷണം നിക്ഷേപിച്ചത്, അഥവാ പാല് നിക്ഷേപിച്ചത്. പാലിനെ കുറിച്ച് പറയുന്നത് ഭക്ഷണമല്ല, കമ്മ്യൂണിക്കേഷൻ ആണ്. മാതാവും കുട്ടിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അത്രേ പാല്. ആദ്യത്തെ 2 ആഴ്ച ഇടതുഭാഗത്ത് നിന്ന് കൊടുക്കണം എന്നാണ്. ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ തവണ ഇടതുഭാഗത്ത് കൊടുക്കണം. ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ, ഹൃദയ സംഭാഷണം നടക്കട്ടെ കുട്ടിയും തമ്മിലെന്നാണ്. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താ? ചില സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിഷമമില്ല എന്നൊന്നും പറയുന്നില്ല, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പ്രസവിച്ചു കഴിഞ്ഞാൽ പാല് കൊടുക്കാൻ പറയുമ്പോൾ എനിക്ക് വിഷമമാണ്, നിങ്ങൾ വേറെന്തും കൊടുക്കുക എന്ന് പറഞ്ഞു. മനുഷ്യന്റെ കുട്ടിക്ക് തുടക്കത്തില് മനുഷ്യന്റെ പാലല്ലെങ്കിൽ പിന്നെ എന്തിന്റെ പാലാ കൊടുക്കണ്ട്? മൃഗത്തിന്റെ പാല്. അപ്പൊ ആരെ സ്വഭാവം ഉണ്ടാകുക? മൃഗത്തിന്റെ സ്വഭാവം. അത് ഏതിലാ കൊടുക്കുക? ബോട്ടില്ല. ഉമ്മ പാല് കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഉമ്മയായിട്ടാ ബന്ധം. കുപ്പിയിൽ പാല് കൊടുക്കുമ്പോഴോ കുട്ടിക്ക് ബന്ധം ആരുമായിട്ടാ? കുപ്പിയായിട്ടാണ്. ആ ബന്ധം തുടർന്നു കൊണ്ടേയിരിക്കുന്നു, വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പാല് കൊടുക്കേണ്ട രീതി, ഇത്ര നല്ലൊരു സംവിധാനം അള്ളാഹു തന്നിട്ട് അത് നമ്മൾ പ്ലാസ്റ്റിക്കിലേക്കും റബ്ബറിലേക്കും മാറ്റിയില്ലേ? ട്രെയിനിലൊക്കെ സഞ്ചരിക്കുന്ന ചില സ്ത്രീകളെ കാണാറുണ്ട്. കുട്ടി കരയുമ്പോ ഉടനെ ഈ ബോട്ടിൽ എടുത്തിട്ട് ഒരു ക്രിക്കറ്റ് സ്റ്റമ്പ് കുത്തുമ്പോൾ ഒരൊറ്റ കുത്താപ്പായി. ഫ്രീ ആയി. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ആ കുട്ടികൾക്ക് നിങ്ങൾക്ക് ബോട്ടിൽ, നിങ്ങൾക്കൊരു പാത്രത്തിൽ കൊടുക്കാം, ഗ്ലാസ്സിൽ കൊടുക്കാം, സ്പൂണ് കൊണ്ട് കോരി കൊടുക്കാം. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഇതിലെല്ലാം മറിയട്ടെ. അതിങ്ങനെ തുടക്കുമ്പോ ആ കുട്ടിക്ക് അതൊരു തലോടലാണ്. ആ കുട്ടിയുടെ കോശങ്ങൾക്ക് അത് ഉത്തേജമാണെന്നാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരെ മറിച്ച് നമ്മൾ അവിടെയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള വഴികൾ. ഇപ്പൊ മിനയിൽ പോയപ്പോ ഞാൻ കണ്ടു, ഒരു കുട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട്. എനിക്കൊരു ഭയം, ഈ ബോട്ടിലിന്റെ ആ ദ്വാരമുള്ളത് മൂക്കിന്റെ അടുത്താണ്. അപ്പൊ അടുത്ത ഒന്ന് ചെരിഞ്ഞു പോയാൽ മൂക്കിലേക്കാ കയറുക. നമ്മള് കുട്ടികളെ ഏത് രീതിയിൽ കാണണം? ആ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട രീതി അങ്ങനെ നമ്മൾ പറയും. നിങ്ങൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ കുട്ടികൾക്ക് അവരുടെ അവകാശമായ പാല്, അള്ളാഹു നൽകിയ പാല് കൊടുക്കാവുന്ന രീതിയിലുള്ള യാത്ര ഇറങ്ങണം. ചില സ്ത്രീകളെ കുട്ടി എത്ര കരഞ്ഞിട്ട് കുലുക്കിന്റെ കാര്യം പാലിന് വേണ്ടി കരയാണ്. ആ കുട്ടിക്ക് അത് കിട്ടിയില്ലെങ്കിൽ കരച്ചു നിർത്തൂല. പാൽ കൊടുക്കാൻ പറ്റുമോ? ജിബ് ബേക്കലാണ്, വേറെ ആരോടും കഴിച്ചാലും പറയണ്ടരും. എന്തൊരു തോന്നിയമാസമാണ് ചെയ്യുന്നത്. ആ മനുഷ്യന്, സ്ത്രീക്ക് അവരുടെ കുട്ടിയെ പരിപാലിക്കാനും രക്ഷിതാവായി മനസ്സിൽ സ്ഥാനപ്പതിച്ച് നേടാനുള്ളൊരു അവസരം നൽകിയിട്ട് അതിനെ ധിക്കരിക്കുകയോ അതിനെ നമ്മൾ ഇല്ലാതാക്കുകയോ ചെയ്യും. ആ കുട്ടിയൊക്കെ നാളെ ആ രീതിക്ക് പ്രതികരിക്കുമല്ലോ.